ഇന്ന് നമുക്ക് യോനായുടെ പ്രവചനത്തിൽ നിന്ന് 1-ാം അധ്യായം അല്പകാര്യം ചിന്തിക്കാം. യഹോവ യോനായോട് നീ നിനവയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരുന്നു. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മനുഷ്യചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനുഷ്യരാശി അറിയിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ കണ്ട ദാസന്മാരെയും പ്രവാചകന്മാരെയും അയക്കുന്ന ഒരു വിധം നമുക്ക് മനസ്സിലാകാം. അങ്ങനെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും ബഹുലമായ സംഭവം നോഹയുടെ കാലത്തുണ്ടായത്. മഹാപ്രളയം വന്ന് സകലരെയും നശിപ്പിച്ചു കളഞ്ഞത്. ആ പ്രളയത്തിൽ നോഹയും കുടുംബവും അടങ്ങുന്ന 8 പേരാണ് രക്ഷപ്പെട്ടത്. ഒരു വലിയ സംഭവ ചരിത്രമാണ്. ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ചെറിയതും വലിയതുമായ കാര്യങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നതിന് പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇങ്ങനെ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തവും വിപുലവുമായ വിധങ്ങളിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാനസാന്തരമെന്ന വിഷയത്തിൽ മനുഷ്യരാശി പുറകോട്ട് പോവുകയും ദുഷ്ടത വർദ്ധിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യോനായോട് പറയുന്നു, നീ മഹാനഗരമായ നിനവയിലേക്ക് അതിന് വിരോധമായി സാക്ഷീകരിക്കുക. യോനായ്ക്കുള്ള വിശേഷത എന്താണെന്ന് വെച്ചാൽ യഹോവയെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഹോവ കരുണയും കൃപയും മഹാദയയും മനസ്താപമുള്ളവനും ക്ഷമിക്കുന്നവനും ആകുന്നു എന്നുള്ള കാര്യത്തിൽ യോനായ്ക്ക് നല്ല അറിവുണ്ട്. അപ്പം അതുകൊണ്ട് യോന എന്ത് ചെയ്യുന്നു വെച്ചാൽ നിനവയിലേക്ക് പോകാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തർശീശിലേക്കുള്ള ഒരു കപ്പൽ കണ്ടു. അതിന് കൂലി കൊടുത്ത് ആ കപ്പലിൽ കയറി. അങ്ങനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് മാറി നിൽക്കുവാൻ യോന ആഗ്രഹിച്ചു. ഇദ്ദേഹം ആ കപ്പലിൽ കയറി അതിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയാണ്. വളരെ സമാധാനപരമായിട്ടുള്ള ഉറക്കം. അതാണ് യഹോവ ഭക്തിയിലുള്ള ഒരു വിശേഷത. ഏതാണ് ഈ ലോകത്തിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. യോന കിടന്ന് ഉറങ്ങുന്നു. ഏറ്റവും അടിത്തട്ടിൽ വലിയ ശല്യമൊന്നുമില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ആ സമയത്താണ് കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടാകുന്നു. കപ്പൽ ആടി ഉലയുന്നു, കപ്പൽ മുങ്ങുമാറാകുന്നു. അപ്പോഴത്തേക്കും കപ്പലിലുള്ളവർക്ക് ഭയമായി. അവർ ഓരോരുത്തരുടെയും ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കൂടാതെ അന്യ ദൈവങ്ങൾ, അതായത് സങ്കല്പ ദൈവങ്ങൾ വളരെ സുലഭമായിരുന്ന കാലത്ത് തന്നെയാണ് യോനായും ഇങ്ങനെ ഏകദൈവ വിശ്വാസിയായിരുന്നു. അപ്പോൾ കപ്പൽക്കാർ അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു ശമനവും വന്നില്ല.
അപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ചീട്ടിട്ടു ഓരോരുത്തരുടെയും പേരിൽ. അപ്പോൾ നറുക്കെടുപ്പിൽ ചീട്ട് യോനായിക്കാണ്. യോനായുടെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കപ്പലിൽ. അപ്പോൾ യോനയെ വിളിച്ച് ഉണർത്തുകയും, നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്നു വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അപ്പോൾ നിലവേക്കാരുടെ അവരുടെ ചോദ്യമാണ്, കപ്പലിലുള്ളവരുടെ ചോദ്യമാണ്. നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേതാണ്? ജാതി ഏതാണ്? നിന്റെ ഭാഷ ഏതാണ്? നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. അതിനവൻ, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ ഉത്തരമാണ് യോന നൽകുന്നത്. ഞാനൊരു എബ്രായൻ, അബ്രാഹാമ്യ ഭവനത്തിൽ ജനിച്ചവനാണ് ഞാൻ സേവിക്കുന്നത് കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയാണ്. യഹോവയെക്കുറിച്ച് വ്യക്തമായ ഒരു അഡ്രസ്സാണ് ഇവിടെ യോന നൽകുന്നത്. ഈ കാലത്തിലും യഹോവയെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം ഈ ലോകത്തോട് പറയുവാൻ സാമർഥ്യവും അറിവുമുള്ള എത്ര പേരുണ്ട്? ഒരുത്തരും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. യഹോവ ആരാണെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാൻ. ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചം, സർവചരാചരങ്ങൾ, സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ച യഹോവയെ ഞാൻ പൂജിച്ചു വരുന്നു. അതിൻ്റെ ശേഷം മറ്റു ചില കാര്യങ്ങളും യോന അവരോട് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ എന്താണ്? നീ എന്തിന് അങ്ങനെ ചെയ്തു? അപ്പോൾ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതിനെക്കുറിച്ചും യോന അതിന് വിപരീതമായി പ്രവർത്തിച്ചതിനെക്കുറിച്ചും യോന ഈ കപ്പലിലുള്ളവരോട് സംസാരിച്ചു. അപ്പോൾ അവർ ചോദിച്ചത്, നീ എന്തിന് അങ്ങനെ ചെയ്തു? എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സംഭാഷണത്തിന് ആളെ കണ്ടുപിടിച്ചെങ്കിലും സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇവിടെ സംഭവം ബഹുലമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങുമെന്നും എൻ്റെ നിമിത്തം ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യോനായുടെ ഉത്തരം വളരെ കർക്കശമായ എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവിൻ, ഞാൻ നിമിത്തമാണ് ഈ മഹാകോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ കപ്പലുള്ളവരും മനുഷ്യരല്ലേ, അവരെന്ത് ചെയ്തു? എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു, കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ യോനായെ എടുത്ത് അങ്ങനെ നിഷ്കരണം കടലിലേക്ക് എറിഞ്ഞു കളവാൻ അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരയ്ക്ക് കപ്പൽ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവർ ആഞ്ഞ് പരിശ്രമിച്ചു. ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച
കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, യഹോവേ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളഞ്ഞു. സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും. ഇവിടെ യോനായെ അവസാനം സമുദ്രത്തിൽ ഇട്ടുകളയാണ്. എന്താണ് യോനായുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായത്? യഹോവയെക്കുറിച്ചുള്ള ഒരു അറിവ് യോനാ മുഖാന്തരം അവർക്ക് നൽകുക എന്നുള്ളതായിരുന്നു യഹോവയുടെ ലക്ഷ്യം. അപ്പോൾ യോനായെ സമുദ്രത്തിൽ ഇട്ടുകളഞ്ഞു. സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. കണ്ടോ, ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ ലോകത്തിന് ആവശ്യമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം യഹോവയായ ദൈവം യുഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇന്നും ലോകത്തിന് യഹോവയെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് വന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ യഹോവയെ മനസ്സിലാക്കിയവർ യഹോവയെ ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. അപ്പോൾ കടലിലേക്കിട്ട യോനയെ വളരെ സുരക്ഷിതനായിട്ട് സംരക്ഷിക്കുവാൻ അവിടെ ഒരു തിമിംഗലത്തിനെ കൽപ്പിച്ചാക്കി. യോന തിമിംഗലത്തിൻ്റെ വയറ്റിൽ 2-3 ദിവസം സുഖമായി കിടന്നുറങ്ങി പാട്ടുപാടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് യോനായുടെ ഈ അനുഭവങ്ങളിൽ കൂടി മനസ്സിലാകുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഹൂദജാതിയുടെ ഇടയിലേക്ക് വന്നപ്പോൾ ആ യഹൂദജനമാകുന്ന ആ കപ്പൽ മഹാസമുദ്രത്തിലെന്ന പോലെ ആടി ഉലയാൻ തുടങ്ങി. ശാസ്ത്രിമാരും പരീശന്മാരും പരക്കം പാഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നു, ഇവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രവൃത്തികളുമൊക്കെ എങ്ങനെയാണ്, ഇതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിക്കുന്നു, നമ്മുടെ ശബത്തുകളെ ലംഘിക്കുന്നു, ശബത്തിൽ നന്മ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഹൂദജനതയെ കലുഷിതരാക്കി. അങ്ങനെ യഹൂദജനതയുടെ കോപമടങ്ങുന്നതിന് വേണ്ടി കർത്താവിനെ യഹൂദജനത്തിൻ്റെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ആ മഹാസമുദ്രം അടങ്ങി. യേശുവിനെ അവർ ക്രൂശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമുദ്രത്തിൻ്റെ കോളും കാറ്റും അടങ്ങി. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, യേശു ദൈവപുത്രനാണെന്നുള്ള കാര്യത്തിൽ യഹൂദജനതയ്ക്ക് പലർക്കും വിശ്വസിക്കേണ്ടതായി വന്നു. അപ്പോൾ 3 രാവും പകലും യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്നവന് യേശുക്രിസ്തു യഹൂദജനതയുടെ ഇടയിൽ ആയിപ്പോയതിൻ്റെ ഒരു ചിത്രമാണ്. ലോകത്തിന് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി, യഹൂദജാതിക്ക് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി യഹോവയുടെ വചനത്താൽ അയക്കപ്പെടുന്ന ദാസന്മാരെയും പ്രവാചകന്മാരെയും വിശ്വസിക്കുകയും അതുവഴി യഹോവയെ അറിയുകയും ചെയ്യുന്നവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നുള്ള വിഷയമാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഈ ലോകത്തിനും ഇത് ആവശ്യമായിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു ന്യായവിധിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവും പിതാവായ ദൈവവും തന്റെ നിർണയങ്ങൾ ലോകത്തിന് അറിയിച്ച കാലം മുതൽ ഇന്നുവരെയും മനുഷ്യരാശി മാനസാന്തരപ്പെട്ടിട്ടില്ല. അവരിന്നും ദുർമാർഗത്തിൻ്റെയും അക്രമത്തിൻ്റെയും സ്നേഹമില്ലായ്മയുടെയും വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് യഹോവയ്ക്ക് വിരോധമായി പുളയ്ക്കുകയും അന്യദൈവങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും മനുഷ്യൻ, പക്ഷി, ഇടജാതി എന്നിവയുടെ
രൂപസാദൃശ്യമാക്കി മാറ്റപ്പെട്ട യഹോവയുടെ തേജസ്സിനെ അവർ അങ്ങനെ ആക്കി തീർത്തുകൊണ്ട് ഇന്നും അന്ധതയിലും അവിശ്വാസത്തിലും കഴിയുന്ന ഒരു മഹാജനതയുടെ ന്യായവിധിയെക്കുറിച്ച് കൂടിയാണ് ഇതിൻ്റെ സൂചന നൽകുന്നത്. ഏതായാലും യോന യഹോവയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യോനയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെ കുറിച്ചും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പറയാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുക.